വനംവകുപ്പിൽ ജോയിൻ ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണല്ലോ. അതെ അതിനു ശേഷമാണല്ലോ ഈ പാമ്പ് പിടുത്തം ഒരു 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 ഹോബിയായിട്ട് എടുക്കുന്നതൊക്കെ. ഇതിനായിട്ടൊക്കെ ഭർത്താവിന്റെ വീട്ടുകാർക്കൊക്കെ ഉള്ളൊരു പ്രതികരണം എങ്ങനെയായിരുന്നു? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല, എൻ്റെ അമ്മയ്ക്കായിരുന്നു കുഴപ്പം. നമ്മൾ പിടിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ പാമ്പിനെ പിടിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടോ? വെള്ളനാട് ഭാഗത്ത് ഇവർ തൊഴിലുറപ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പെരുമ്പാമ്പ് ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ചെറുതാണ് പെരുമ്പാമ്പ് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പം ചെന്നപ്പോൾ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ പിടിച്ച് ചാക്കിലാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചാക്ക് തുറന്ന് നോക്കിയപ്പോൾ ഒരു നല്ല മുറ്റണലിയായിരുന്നു. അതെ, അറിഞ്ഞില്ല. കോമൺ ക്രേറ്റ് എന്ന് പറയുന്നത്, വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും വെനമസായിട്ടുള്ള പാമ്പ. ഒരു ദിവസം രാത്രി ഇതുപോലെ പോയി റെസ്ക്യൂ ചെയ്തായിരുന്നു. ബാഗിലാക്കി കാറിൻ്റെ ഡിക്കിയിലിട്ടിരുന്നു. ഹസ്ബൻഡ് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി കാർ എടുത്തോണ്ട് പോയിട്ടൊക്കെ വന്നു. ഇല്ല, അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് ഓഫീസിൽ പോയി. പാമ്പിനെ എടുത്ത് വെക്കണമല്ലോ, അങ്ങനെ വെക്കാൻ നോക്കുമ്പോൾ പാമ്പ് അതിനകത്തില്ല, ബാഗിനകത്ത് പാമ്പില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ സച്ചിൻ തെണ്ടുൽക്കർ തൻ്റെ എക്സ് ഹാൻഡിലൂടെ കേരളത്തിലെ ഒരു ധീര വനിതയെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അത് മറ്റാരെയും കുറിച്ചായിരുന്നില്ല, റോഷ്നി GS എന്ന ഒരു ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറെ കുറിച്ചായിരുന്നു. ഒരു രാജവെമ്പാലയെ സാഹസികമായി പിടികൂടിയതിൻ്റെ കഥയാണ് അതിൽ പറഞ്ഞത്. ആ രാജവെമ്പാല മാത്രമല്ല, 100 കണക്കിന് വിഷപ്പാമ്പുകളെ പിടികൂടി വനത്തിൽ രക്ഷപ്പെടുത്തി വിട്ട ഒരു ഫോറസ്റ്റ് ഓഫീസറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, ശ്രീമതി റോഷ്നി GS കഥകൾ നമുക്ക് തുടരാം. പാമ്പിനെ മാത്രമല്ലാതെ മറ്റ് വന്യജീവികളെ റെസ്ക്യൂ ചെയ്യാനും പോകാറുണ്ടോ? ഉണ്ട്. നമുക്ക് എല്ലാ വന്യജീവിയും നമ്മൾ റെസ്ക്യൂ നമ്മുടെ ഇതിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അത്യാവശ്യം എല്ലാത്തിനെയും പിടിക്കും. എന്താണ്, മുള്ളമ്പന്നി, മരപ്പട്ടി, മാന്, മയില്, കാട്ടുപന്നി, കാട്ടുപൂച്ച, പിന്നെ ആനയെ ഓടിക്കാൻ പോവാറുണ്ട്. അല്ല, എല്ലാത്തിനോടും ഉണ്ട്. എല്ലാത്തിനെയും ഇഷ്ടമാണ്. ഈ റെസ്ക്യൂ ചെയ്യേണ്ടി വരുന്നത് കിണറ്റിൽ ചാടുമ്പോഴോ വീട്ടിൽ വന്ന് കയറുമ്പോഴൊക്കെയാണോ ഇത് ഈ മറ്റു വന്യജീവികളെ? ഷോക്ക് അടിച്ച്, ഇപ്പം മയിലൊക്കെ ആണെങ്കിൽ ഷോക്ക് അടിച്ച് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ പരുന്ത്, മൂങ്ങയൊക്കെ ഇതുപോലെയാണ്, എവിടെയെങ്കിലും വന്നടിച്ച് ചിറകൊടിഞ്ഞൊക്കെ വീഴും, അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ മരപ്പട്ടി, നമ്മുടെ മലബാർ പാംസിവെറ്റ്, ഇന്ത്യൻ പാംസിവെറ്റ് എന്ന് പറയുന്നത്, മരപ്പട്ടിയൊക്കെ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ്, ഒരുപാടുള്ളതാണ്. അത് ശരിക്കും എലിയെ പോലെ തട്ടുമുറങ്ങളിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു ജീവിയാണ്, ഷെഡ്യൂളിൽ വരുന്നതാണ്. അതെ, അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മുള്ളമ്പന്നിക്കും മരപ്പട്ടിയുടെയും യൂറിൻ ഭയങ്കര സ്മെല്ലാണ്. അതെ, അത് അതിൻ്റെ ശത്രുവിനെ ഓടിക്കാനുള്ള ഒരു ടെക്നിക്ക് എന്തോ ആണ് അതിൻ്റെ ആ സ്മെല്ല് അത്രയും വരുന്നത്. അപ്പോൾ ഈ സർക്കാർ ഓഫീസുകളിലെല്ലാം ഈ തട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാട് നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. നമ്മുടെ മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഔദ്യോഗിക വസതികളിൽ അതെ, ഒരുപാട് ഉണ്ട്, ഒത്തിരി ഉണ്ട്. നമ്മൾ അവിടെയും കൂട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ. അപ്പോൾ അത് ഇങ്ങനെ അവർ വിളിക്കും, എല്ലാ സ്ഥലത്തു നിന്ന് വിളിക്കും. കാരണം മേളിൽ നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ ഇവിടെ ഫയലുകളെല്ലാം മോശപ്പെടുന്നുണ്ട്, അങ്ങനെ. അപ്പോൾ അതെല്ലാം നമ്മൾ പോയി റെസ്ക്യൂ ചെയ്യും. അതെ, വന്യജീവിയാണോ? ആണ്, വന്യജീവിയാണ്, നമ്മുടെ ഷെഡ്യൂളിൽ വരുന്നതാണ്. പക്ഷേ അത് വനത്തിൽ അങ്ങനെ ജീവിക്കൂല, നാട്ടിൻപുറത്താണ്, വെജിറ്റേറിയൻ ആണ്. ഇപ്പോ ഇത് മരത്തിൽ കയറി ചക്ക, മാങ്ങ, അതുപോലെയൊക്കെയുള്ള ഫുഡ്. അതെ, ഫ്രൂട്ട്സ് ഒക്കെ വേണം അതിൻ്റെ ഫുഡെന്ന് പറയുന്നത്. പൈനാപ്പിളൊക്കെ ഭയങ്കര താല്പര്യമാണ്. നമ്മൾ കൂട് വെച്ച് പിടിക്കുന്നത് തന്നെ പൈനാപ്പിൾ വെച്ചിട്ടൊക്കെയാണ് പിടിക്കുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും മരപ്പട്ടിയെ പിടിക്കാറില്ല. നമ്മളെ വിളിച്ച് പറഞ്ഞാലും നമ്മൾ പറയുന്നത്, നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ തട്ടുംപുറത്ത് നിന്ന് ഓടിച്ച് കളഞ്ഞിട്ട് അവിടെ കയറുന്ന, അത് എവിടെ കൂടിയാണോ കയറുന്നത് ആ ഭാഗം എന്തെങ്കിലും വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പറയും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് സ്വന്തമായിട്ട് പേയും പ്ലേഗും ഉണ്ടാക്കും. മരപ്പട്ടി നമ്മൾ മരപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേപ്പട്ടി കടിക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെ എടുക്കേണ്ടി വരും. അതെ. പക്ഷെ അതങ്ങനെ നമ്മൾ വന്നങ്ങനെ ഉപദ്രവിക്കാറില്ല, നമ്മൾ വേറെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്. പിന്നെ മുള്ളമ്പന്നി ഇപ്പോൾ പഴയതുപോലെ അല്ല, ഇഷ്ടം പോലെ ഉണ്ട് നാട്ടിൻപുറം. സിറ്റിയിൽ നിന്നൊക്കെയാണ് നഗരത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നാട്ടിൽ. മുള്ളമ്പന്നി എങ്ങനെ ഉപദ്രവിക്കുന്ന മനുഷ്യനെ?
മുള്ളൻപന്നി ശരിക്കും ഇത് ഈ പട്ടിയെ പോലെയുള്ള അതിൻ്റെ ശത്രുത വരുന്ന ആ രീതിയിലുള്ള ജീവികൾ വരുമ്പോഴാണ് ഇത് ശരിക്കും മുള്ളു തെറിപ്പിക്കുന്നത്. നമ്മൾ മനുഷ്യരുടെ അടുത്തൊന്നും ഇതുവരെ എങ്ങനെ മുള്ളു തെറിപ്പിച്ച്, ഞാനൊക്കെ ഒരു 10-12 മുള്ളൻപന്നി ഇതുവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ നമ്മുടെ ദേഹത്ത് മുള്ളു തെറിപ്പിച്ചിട്ടില്ല. അത് മുള്ളിങ്ങനെ എടുത്ത് നിൽക്കും, നമ്മൾ അടുത്ത് പോകുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ വികസിപ്പിച്ച് നിൽക്കും. അതൊരു പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. പക്ഷെ അത് കൊണ്ടു കഴിഞ്ഞാൽ പഴുക്കും. അതിൻ്റെ മുള്ളിൻ്റെ വിഷാംശം ഉണ്ടെന്ന് പറയും. അപ്പോൾ അത് കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനയുമാണ്, ഭയങ്കര തരിപ്പാണ് കൊണ്ടു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ മിനിങ്ങാന്ന് ഒരെണ്ണത്തിനെ പിടിച്ചായിരുന്നു. അതിങ്ങനെ ഒരു പുതിയ വീട് വെച്ചപ്പോൾ ആ വീടിൻ്റെ കുഴിക്കകത്ത് വീണുപോയി. മീൻസ് മറ്റേ ബാത്റൂമിന് കുഴിയെടുത്തിട്ടിരുന്നതിൻ്റെ കുഴിക്കകത്ത് വീണുപോയി. അപ്പോൾ ആ കുഴിക്കകത്ത് നിന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്തായിരുന്നു. തിരുവനന്തപുരത്തൊരു വീട്ടിൽ നിന്ന് ഒരു അമ്പലമുക്കിലൊരു വീട്ടിൽ ഇതുപോലെ മുള്ളൻപന്നി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കോമ്പൗണ്ടിനകത്തുണ്ട്. അവരെ കോമ്പൗണ്ടിനകത്ത് നിറയെ കൃഷിയാണ്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് തന്നെ ഒരു 11 മണിക്കാണ്. അവിടെ ചെന്നപ്പോൾ അവരുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നതിന് ഒരു 10-60 സെൻറ് ഉണ്ട്. ഇതാണ് അവരുടെ കോമ്പൗണ്ട്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളാദ്യം സിറ്റിയല്ലേ, വീടിന് ചുറ്റും ചെറിയൊരു സ്ഥലം. പക്ഷെ അവിടെ ചെന്നപ്പോൾ 1 ഏക്കർ അടുപ്പിച്ച ആ കോമ്പൗണ്ട് തന്നെ ഉണ്ട്. അതിനകത്തിട്ട് ഞങ്ങളത് ഓടിച്ച് ഞങ്ങളെ കഷ്ടപ്പെടുത്തി. അതെ, 12 മണിക്കാണ് രാത്രി. ചെറിയ മഴയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഓടി. പക്ഷേ അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. പിടിച്ചു ആളിനെ വിട്ടില്ല. അതെ, ഇവരെ കൊണ്ടുപോയി വിടുന്നത് ഉൾവനത്തിലാണോ? അതും വനത്തില്ല. ഇവരൊക്കെ വനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. പിന്നെ ആഹാരം ഇല്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങി വരുന്നതാണ്. അവരെയൊക്കെ നമുക്ക് ഉള്ളിൽ വിട്ടാലും കുഴപ്പമില്ല, അവരങ്ങോട്ടങ്ങ് പൊക്കോളും. ഈ കരടി അതുപോലുള്ള ജീവികളും ഇറങ്ങി വരാറില്ലേ? അവര് അത് വന്ന് മനുഷ്യരെ ഉപദ്രവിക്കാറുണ്ടോ? ഇപ്പം വീടുകളിലേക്ക് കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ? കരടിയുടെ സംഭവം എന്ന് പറഞ്ഞത് ഒരു 2 വർഷമാവും. 2 വർഷത്തിന് മുമ്പാണ് ഒരു കരടി നമുക്ക് വെള്ളനാടെന്ന് പറയുന്ന സ്ഥലത്ത് കിണറ്റിൽ വീണു. പക്ഷെ അവർ രാത്രിയാണ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ കിണറിലെന്തോ വീണ സൗണ്ട് കേട്ടിട്ട്. അത് ഭയങ്കര പത്രത്തിൽ ഭയങ്കര വാർത്തയായ ഒരു സംഭവമായിരുന്നു. അവർ പോയി നോക്കിയപ്പോൾ ഒരു കരടിയാണ്. ഇപ്പം വെള്ളനാടെന്ന് പറയുന്നത് എന്തുവാണ്, നല്ലൊരു ടൗണാണ്. അപ്പോൾ അവിടെ ഈ കരടി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല. കാരണം വെള്ളനാട് നിന്നും അഗസ്ത്യ റോഡാണ് പിന്നെ തൊട്ട് അടുത്തുള്ള ഏറ്റവും വലിയ വനമേഖല. വെള്ളനാട് നിന്നും അഗസ്ത്യാർകൂടം വരെ എങ്ങനെ പോയാലും ഒരു നല്ല ദൂരമുണ്ട്, ഒരു 10-30 കിലോമീറ്റർ കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും ദൂരം ആരും കാണാതെ ഇത് എത്തണ്ടേ? മീൻസ് ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് കാണണ്ടേ? അത് ഭയങ്കര ഒരു സൈസ് കരടിയായിരുന്നു, ചെറുതൊന്നുമല്ല. ഒരു 300 കിലോയെങ്കിലും വരും. അത് എത്ര ഭയങ്കര ഭീകരനായ ഒരു കരടിയായിരുന്നു. അത് പക്ഷെ പൊക്കിയെടുത്തതിൽ നമുക്ക് വലിയൊരു പരാജയം പറ്റിപ്പോയി. അത് നമുക്ക് ആ കിണറിനകത്ത് കിടന്നു. അത് അടിയിലോട്ട് പോവാതെയൊക്കെ ഞങ്ങൾ നെറ്റൊക്കെ ഇട്ട് എല്ലാം ചെയ്തൊക്കെ വെച്ചിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്തത്. മയക്കുവെടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡോക്ടർ വന്ന് മയക്കുവെടി വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഈ കിണർ നല്ല ആഴമുണ്ടായിരുന്നു. ഈ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് ഈ കിണറിൻ്റെ ആഴത്തെക്കുറിച്ചോ അതിൽ എത്ര വെള്ളമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചോ ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ വലിയ വെള്ളം കാണൂല എന്നൊരു ഇതായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നെറ്റിട്ട് വെച്ചിട്ടുണ്ട് അടിയിൽ, അതിൻ്റെ മുകളിലാണ് കരടി നിൽക്കുന്നത്. അപ്പോൾ മയക്കുവെടി വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും കരടി നെറ്റിൽ വീഴും, നമ്മൾ പൊക്കിയെടുക്കും. ഇതായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ മയങ്ങി വന്നപ്പോൾ കരടി കറക്റ്റ് നെറ്റിൽ വീണില്ല. ഇത് ഒരു വശം കൊണ്ട് ഇരുന്നു. ഇതങ്ങനെ ഇങ്ങനെ പതിഞ്ഞങ്ങ് കിടക്കാതെ ഇരുന്നപ്പോൾ ഈ നെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് ചറുകി വെള്ളത്തിൽ പോയപ്പോൾ അപ്പോഴേ തന്നെ ആള് കൂടെ വെള്ളത്തിൽ ചാടി. പക്ഷേ ഭയങ്കരമായ ആഴമായിരുന്നു. അതെ, ഒരുപാട്. പക്ഷേ അതിന് ബോധമുണ്ടായിരുന്നെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുമായിരുന്നു. കരടി വെള്ളത്തിൽ നീന്തുന്നതാണ്. പക്ഷെ ബോധമില്ലാത്തത് കൊണ്ട് അത് ഭയങ്കരമായ ആഴങ്ങളിലേക്ക് പോയി. പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നിട്ടാണ് എടുക്കുന്നത്. അത് ഭയങ്കര ഒരു മരിച്ചുപോയായിരുന്നു. അത് ശരിക്കും കുറേ ദിവസം നമുക്ക് എന്തുവേണം, ആഹാരം കഴിക്കാൻ പറ്റാത്ത, അതെ അതെ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മളതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിട്ടാണ് അടക്കിയത്. പക്ഷേ ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഈ വന്യമൃഗങ്ങളെയും പാമ്പിനെയും ഒക്കെ പിടിക്കുമ്പം ഇവരോട് വലിയ സ്നേഹവും ഓമനത്വവും ഒക്കെ തോന്നാറുണ്ടല്ലോ. ഇതിനെ അങ്ങ് വീട്ടിൽ വളർത്തി കളയാന്ന് തോന്നാറില്ല?
അങ്ങനെ നമുക്കങ്ങനെ ശരിക്കും വന്യജീവികളൊന്നും നമ്മൾ അങ്ങനെ വളർത്താൻ പാടില്ല എന്നാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ തത്തയൊക്കെ വീട്ടിൽ വളർത്തും ആൾക്കാർ, സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും വളർത്താൻ പാടില്ല എന്നാണ്. ഒരു വന്യജീവിയെ നമ്മുടെ ഷെഡ്യൂളിൽ വരുന്ന ഒന്നിനെയും വീടുകളിൽ വളർത്താൻ പാടില്ല. തത്ത, മൈന, ഇതെല്ലാം നമ്മുടെ ഷെഡ്യൂളിൽ വരുന്നതാണ്. ഒന്നിനെയും വളർത്താൻ പാടില്ല എന്നാണ് നമ്മുടെ കേരളത്തിലെ നിയമമാണ് ശരിക്കും. മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ആ നിയമമില്ലെന്ന് തോന്നുന്നു. സാറിന് അറിയായിരിക്കുമല്ലോ, പുറത്തോട്ടൊക്കെ ഭൂമി കുരങ്ങന്മാര് പിന്നെ ഒരുപാട് ജീവികളെ വളർത്തുന്നുണ്ട്. പക്ഷെ അത് അവർക്കത് പ്രശ്നമല്ലാന്ന് തോന്നുന്നു. നമുക്ക് പക്ഷേ നമ്മുടെ നിയമം വളർത്താൻ അനുവദിക്കാറില്ല. നമുക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങളെ നമ്മളങ്ങനെ വളർത്തും. നമ്മൾ ഓഫീസിലിട്ട് നോക്കാറുണ്ട്. കാരണം ഈ മരപ്പട്ടിയൊക്കെ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞും അമ്മയായിട്ടൊക്കെ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രം ചിലപ്പോൾ പിടിക്കാൻ പോകുമ്പം അമ്മ ചാടിപ്പോവും, കുഞ്ഞിനെ മാത്രം കിട്ടും. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ പാൽ കൊടുത്ത് വളർത്തി കുറേ ദിവസം ഓഫീസിൽ വെച്ചിരുന്ന് വളർത്തി രക്ഷപ്പെടുത്തി ഇച്ചിരി വലുതാക്കിയൊക്കെ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് വളർത്തിയിട്ടുള്ളൊരു കുരങ്ങിൻ്റെ ഒരു കുഞ്ഞിനെ അങ്ങനെ ഞാൻ വളർത്തിയിട്ടുണ്ട്. അതും ഒരു 2-2.5 വർഷം മുമ്പാണ്. അതിൻ്റെ അമ്മയച്ഛനും മരിച്ചു പോയായിരുന്നു. അവിടെ മുക്കുന്നിമല എന്ന് പറഞ്ഞിട്ട് മലയൻകീഴ് ഭാഗത്തൊരു മലയുണ്ട്. അവിടെ ഈ ക്വാറിയുടെ ഒരു ഇത് വന്നപ്പോൾ അവിടെയുള്ള കുരങ്ങന്മാരെല്ലാം പുറത്താണ്. അപ്പോൾ ആ മലയൻകീഴ് ഭാഗത്ത് ഭയങ്കര ശല്യമാണ് കുരങ്ങിൻ്റെ. അപ്പോൾ എങ്ങനെയോ അതിൻ്റെ അമ്മയച്ഛൻ രണ്ടുപേരും മരിച്ചുപോയി. അപ്പോൾ ഈ അച്ഛൻ്റെ നെഞ്ചിലാണ് ആ കുഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ മരിച്ചു കിടന്നപ്പോഴും ആ കുഞ്ഞ് അതിലിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെയുള്ളൊരു പോലീസിലുള്ള ഒരാളാണ് ഇതിനെ എടുത്തു വെച്ചത്. എന്നിട്ട് ഞങ്ങളെ വിളിച്ച് അവർ ഒരു ദിവസം കൊണ്ട് തീരെ ഒരു 3-4 ദിവസം അത്രേ ഉണ്ടാവുള്ളായിരുന്നു. അപ്പോൾ അവരെടുത്ത് വെച്ചിട്ട് അന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചു. നമ്മൾ പോയി വാങ്ങി ശരിക്കും ഞാനാണത് വാങ്ങുന്നത്. ഒരു മനുഷ്യക്കുഞ്ഞ് എങ്ങനെയാണോ നമ്മളെ നെഞ്ചിൽ ചേർന്നിരിക്കുന്നത് അതുപോലെയാണത് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത്. പക്ഷെ അത് കൊണ്ടുവന്നിട്ട് ശരിക്കും അതിനെ വിടാൻ തോന്നിയില്ല. കാരണം നമ്മളൊരു മനുഷ്യജീവനെ കൊണ്ട് കളയുന്ന അതേ ഒരു ഫീലായിരുന്നു അതിനെ കൊണ്ടുവിടുന്നത്. അങ്ങനെ സാറിനോട് ഞാൻ പറഞ്ഞു, സാർ കുറച്ചുകൂടെ ഒന്ന് ആക്കിയിട്ട് വിടാം. ഒരു എന്തുവാണ് മനുഷ്യത്വം എന്ന് പറയാൻ പറ്റില്ല, മനുഷ്യരുടെ സ്വഭാവം മൃഗങ്ങളെക്കാളും വളരെ മോശമാണ്. അപ്പോൾ ആ ഒരു ഇത് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് വാങ്ങി, പെർമിഷൻ വാങ്ങി. നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, ആൾ ഓക്കെയാണ്. അങ്ങനെ ഞാൻ പിന്നെ അതിന് എന്തുവാണ് ഫീഡ് ചെയ്യുന്നതൊക്കെ കുപ്പിയിൽ, നമ്മുടെ കുപ്പിയിൽ പാല് തന്നെയാണ്, കുപ്പിയിൽ പാല് കൊടുത്ത് അവനെ വളർത്തി. അപ്പോൾ രാത്രി ഓഫീസിൽ ഇട്ടിട്ട് പോകാൻ പറ്റൂല, അല്ലെങ്കിൽ നോക്കാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. പിന്നെ അങ്ങനെ എല്ലാവർക്കും ഒന്നും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവാൻ സാധ്യത കുറവാണല്ലോ. അപ്പോൾ എൻ്റെ വീട് ഓഫീസിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അത്രേ ഉള്ളൂ, വളരെ അടുത്താണ്. അപ്പം ഞാൻ രാത്രി പോകുമ്പോൾ അവനെ കൂടി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവച്ച് സൂക്ഷിച്ച് ഇതുപോലെ രാത്രിയൊക്കെ പാല് കൊടുത്ത് രാവിലെ വരുമ്പോൾ ഞാൻ വീണ്ടും ഓഫീസിൽ കൊണ്ടുവരും. ഞാൻ നൈറ്റ് ഓഫീസിലുള്ള ദിവസം ഞാൻ അവിടെ തന്നെ, അങ്ങനെ 1 വയസ്സ് വരെ ഞാൻ വളർത്തി. 1 വയസ്സ് വരെ വളർത്തി. അവന് സ്വന്തമായിട്ട് ഒരു ഫുഡ് എടുക്കണമല്ലോ. അപ്പം ഞാൻ ഈ മുന്തിരിയൊക്കെ വാങ്ങിയിട്ട് കൊലയോടുകൂടി ഈ മരത്തിലൊക്കെ കെട്ടിത്തൂക്കിയിടും. എന്നിട്ട് പറഞ്ഞു വിടുമ്പോൾ പോയി എടുക്കും. അങ്ങനെ അങ്ങനെ ഒരു പഠിപ്പിച്ച് വരുന്ന സമയത്ത് 1 വയസ്സായില്ല, അതിനു മുമ്പ് പിന്നെ കൊണ്ട് റിലീസ് ചെയ്തു. കാരണം എന്തുവാണ്, നമ്മളോട് ഈ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരോട് കുറച്ച് പേർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എൻ്റെ പേരിൽ കുറേ പരാതിയൊക്കെ വന്നു. ഞാൻ വീട്ടിൽ വളർത്തുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ. അങ്ങനെ അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി. കാരണം ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കെതിരെ ഒരു വിമർശനം വരുമ്പോൾ അത് ശരിക്കും പത്രത്തിലൊക്കെ വന്നായിരുന്നു. അതെ, അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഉപദ്രവം ഉണ്ടായി. അപ്പം എന്താണ്, കൊണ്ട് റിലീസ് ചെയ്യാൻ നിർബന്ധിതയാവേണ്ട അവസ്ഥ ഉണ്ടായി. അങ്ങനെ ആ ഒരു വളരെ വേദന ഉണ്ടാക്കിയ ഒരു ദിവസമായിരിക്കുമല്ലോ അത്. പറഞ്ഞാൽ പോലും ഞാൻ കരയും. കാരണം എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയാണോ നോക്കുന്നത് അതിൽ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും അവനെ നോക്കുന്നത്. കാരണം അത് വന്യജീവിയാണ്, അതുകൊണ്ട് അതിൻ്റെ സ്വഭാവം അത് കാണിക്കും, ഉറപ്പായിട്ടും കാണിക്കുമല്ലോ. അത് ഒരിടത്ത് അടങ്ങിയിരിക്കൂല, ഇങ്ങനെ ചാടി നടക്കും. ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ഈ വന്യമൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതിനെ ആയാലും നമ്മൾ അത്രയും ഇതായിട്ട് വളർത്തുവാണെങ്കിൽ, നമ്മൾ അത്രയും കെയർ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ് അവർക്ക്. അതിനെന്നോട് എന്തുവാണ്, കാരണം അതിൻ്റെ അമ്മയെ അതിനത്ര അറിയത്തില്ല, എന്നെയാണ് കൂടുതൽ അത് കാണുന്നത്. ഭയങ്കര കാര്യമാണ് അതിന്. വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ പിള്ളേരോടും ഒക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പം ഇതിനെ ജീവിതകാലം മുഴുവൻ വളർത്താനൊന്നുമല്ല, അതൊന്ന് തനിയെ ഒന്ന് ജീവിക്കാറാവുന്നത് വരെ അതിനെ ഒന്ന് ശരിയാക്കി എടുക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങ് ബോണക്കാട് ഭാഗത്തായിട്ട്. കാരണം തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിയില്ലേ? എനിക്ക് തിരിച്ചു ഞാൻ
പിന്നീട് ഞാൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. കാരണം ഒരു കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ആഹാരമൊന്നും ഇറങ്ങൂലായിരുന്നു. ഞാൻ വീട്ടിൽ നിലവിളിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പോയി, ഒരു 1-2 തവണ അന്വേഷിച്ച് പോയി. പക്ഷെ കണ്ടിട്ടില്ല, കാണാൻ കിട്ടിയില്ല. പിന്നീട് ഞാൻ അവിടെ 1-2 ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഉണ്ട്, ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞു. അപ്പൊ പിന്നെ ഒരു സമാധാനമാണ്, കാരണം ഉണ്ടല്ലോ എന്നുള്ളൊരു അതെ, ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് പോയി, കിട്ടിയില്ല. പക്ഷേ അത് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു അത്. ഇപ്പൊ ഏറ്റവും അവസാനം വാർത്തകളിൽ നിറഞ്ഞത് രാജവെമ്പാലയെ പിടിക്കുമ്പോഴാണ്. അത് എവിടെ നിന്നാണ് കിട്ടിയത്? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സാഹചര്യം? ഇതിനു മുമ്പും 1-2 തവണ നമുക്ക് കോൾ അങ്ങനെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെ കുറവാണ് രാജവെമ്പാല. ഇപ്പോൾ പത്തനംതിട്ട, റാന്നി അങ്ങോട്ടൊക്കെ ഒത്തിരി എണ്ണത്തിനെ റെസ്ക്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജില്ലയിൽ അങ്ങനെ മീൻസ് ഈ രാജവെമ്പാല എന്ന് പറയുന്നത് ഉൾവനത്തിൽ നിന്നും പുറത്തോട്ട് വരാൻ അധികം താല്പര്യമില്ലാത്ത പാമ്പാണ്. ഇത് മറ്റു പാമ്പുകളെയാണ് ഭക്ഷിക്കുന്നത്, കൂടുകൂട്ടി മുട്ടയിടുന്നു. ഒരു രാജവെമ്പാലയ്ക്ക് ഒരു 18 മുതൽ 20 അടി വരെ നീളം, അത്രയും നീളമുള്ള രാജവെമ്പാല അങ്ങനെയാണ്. അതുകൊണ്ടൊക്കെയാണ് ആളിന് കിങ് ആയിട്ട് വച്ചേക്കുന്നത്, ആ ഒരു ഇതുള്ളത് കൊണ്ട്. നമ്മുടെ ഈ പാലോട്, മങ്കയം ഒക്കെ സാറിന് അറിയായിരിക്കുമല്ലോ, മങ്കയം വെള്ളച്ചാട്ടം, ആ ഭാഗത്തൊക്കെ റെസ്ക്യൂ വരാറുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നൊക്കെ ആൾക്കാർ നമ്മുടെ വോളണ്ടിയേഴ്സ് തന്നെ പിടിക്കാറുമുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ശരിക്കും ഒരു രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മുൻപൊരു വോളണ്ടിയർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറയും, ഇനി രാജവെമ്പാലയെ കിട്ടുമ്പോൾ എന്നെ കൂടി വിളിക്കണം എന്ന് ഞാൻ പുള്ളിയോട് പറയുമായിരുന്നു. അപ്പോൾ ആളെന്നെ 2-3 തവണ വിളിച്ചിട്ടുമുണ്ട്. പക്ഷേ പുള്ളി ഈ മങ്കയം എന്ന് പറയുന്ന ഒരു ഒത്തിരി ദൂരെയാണ്, ഇടിഞ്ഞാറ് അങ്ങോട്ട് ഒരുപാട് ദൂരെയാണ്. അപ്പോൾ അവിടെ നിന്ന് രാജവെമ്പാല കിട്ടും. എന്നെ വിളിച്ചിട്ടുണ്ട്, ഒരു കോളുണ്ട്, മാഡം വരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ നിന്ന് ഓടി അതുവരെ എത്തുന്നത് വരെയൊന്നും നമുക്ക് അതിനെ വെച്ചുകൊണ്ട് നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ തട്ടിപ്പോയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. പിന്നീട് ഒരിക്കൽ വേറെ ആരോ റെസ്ക്യൂ ചെയ്ത് ഒരു രാജവെമ്പാലയെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ തന്നെ കൊണ്ടുവന്ന സ്റ്റാഫുകളോട് പറഞ്ഞു, റിലീസ് ചെയ്യുമ്പോൾ എന്നെ കൂടെ ഒന്ന് വിളിക്കണം, ഞാനും കൂടി ഉള്ളപ്പോൾ ഒന്ന് റിലീസ് ചെയ്യണം, കാരണം എനിക്കതിനെ ഒന്ന് കാണണം, ഒന്ന് ഒരു എങ്ങനെ അതെ ഒന്ന് കാണാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പക്ഷെ ഇവരെന്ത് ചെയ്തില്ല, എന്നെ വിളിച്ചില്ല, എന്നെ വിളിക്കാതെ കൊണ്ടുപോയി തുറന്നു വിട്ടു. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത്. കാരണം ഞാനൊരു ദിവസം ലീവായിരുന്ന ഒരു ദിവസം കണ്ട് ഇവർ കൊണ്ടുപോയി, മീൻസ് മനഃപൂർവ്വമായിട്ട് വിട്ടതാ അത് ശരിക്കും. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അതങ്ങ് ഒരുപാട്, ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു ഞാനത്, എനിക്ക് അത്ര വിഷമമായിരുന്നു. പിന്നീട് ഒരിക്കൽ വീണ്ടും ഒരു ഇതുപോലൊരു കോൾ വന്നു, ഒരു രാത്രിയാണ്, ഒരു രാജവെമ്പാലയുടെ. അപ്പം ശരിക്കും ആ കോൾ എനിക്കാണ് വന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അത് രാജവെമ്പാല ആണോ എന്ന് ഉറപ്പിച്ചിട്ടൊന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ ഉറപ്പാണ്, രാജവെമ്പാല ആണെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആരൊക്കെ അപ്പോൾ ഓഫീസിലും വിളിച്ചറിയിച്ചു. അപ്പോൾ പിന്നീട് ഞാൻ അപ്പോൾ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെന്നെ വിളിക്കുന്നില്ല. അപ്പം ഞാൻ തിരിച്ച് വിളിച്ചു. അപ്പോൾ പറഞ്ഞത് ഓഫീസിൽ അറിയിച്ചു, ആരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കൂടെയുള്ള വേറെ 1-2 പേരെ വിളിച്ചു, എന്നെ വിളിച്ചതാണ്, പിന്നെ ആര് വരുന്നു പറഞ്ഞു, അത് വേറൊരു വോളണ്ടിയർ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആര് വിളിച്ചു? ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് വേറെ ഒരു വോളണ്ടിയറിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ വിളിച്ചു എന്ന് പറഞ്ഞ ആളിനെ വിളിച്ച് പറഞ്ഞു, അത് രാത്രിയല്ലേ, റോഷ്നിയെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് വേറെ ആളെ വിളിച്ചു എന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ അന്നും എനിക്കത് റെസ്ക്യൂവിന് പോകണം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ആ ഒരു എന്തുവാണ്, അതെ, ഒരു മാറ്റിവെക്കൽ വന്നത്. ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം തോന്നി. എന്നെ കൊണ്ട് ചെയ്യാം, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടും, എനിക്ക് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന പോലെ തന്നെയാണ് രാജവെമ്പാല എന്ന് പറഞ്ഞാൽ. സൈസിൽ കുറച്ച് വ്യത്യാസമുണ്ട്, പിന്നെ അതിൻ്റെ ആ വെനമസ് ആണ് എന്നുള്ളൊരിതല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അന്നും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഒരെണ്ണം കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസം സൺഡേ വേറെ 2 റെസ്ക്യൂ ഉണ്ടായിരുന്നു മലയൻകീഴ് ഭാഗത്ത്. അവിടെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നത്, ഒരു രാജവെമ്പാല അവിടെ അവർ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പം പിന്നെ വേറെ ഒന്നും ചെയ്യണമെന്നില്ല, അങ്ങ് പോകണം. അതെ, അന്ന് പാമ്പിനല്ല, വേറെ മരപ്പെട്ടി എന്തുമായിരുന്നു. അപ്പോൾ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോകണം, കാരണം പാമ്പ് നമ്മളെ കാത്ത് കിടക്കാറില്ല, അത് പോവില്ലേ എൻ്റെ വഴിക്ക്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് വിളിച്ചു, എങ്ങനെയുണ്ട്, എവിടെയാണ് കിടക്കുന്നത്, പോകാനുള്ള സാഹചര്യമുണ്ടോ ഒക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അവിടെ തന്നെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രാജവെമ്പാലയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു സ്ഥലത്ത് വളരെ ഇതായിട്ട് കിടന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും, അത് ഒത്തിരി സമയം അത് അവിടെ കിടക്കും. അപ്പോൾ ഒരു 1/2-3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പാഞ്ഞെത്തി.
അപ്പോൾ ഈ പേപ്പാറ പോകുന്ന റോഡിൻ്റെ സൈഡിലാണ്, സൈഡിൽ ഈ സെറ്റിൽമെൻറ്റ് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു അരുവിയുണ്ട്. അപ്പം അതിൽ അലക്കുകല്ലിനടുത്തായിട്ട് ഒരു ചെറിയൊരു പാറ കിടപ്പുണ്ട്. ആ പാറയുടെ പുറത്ത് ആളങ്ങനെ കിടക്കുകയാണ്. ഞാൻ ശരിക്കും അന്നാണ് ഞാൻ ലൈവായിട്ട് കാണുന്നത്. ഇത്ര ആളൊക്കെ കൂടിയിട്ട് ഇല്ല, അതെ അതെ, അത് ഒരു അനക്കവും ഇല്ല. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പോലും അത് അനങ്ങണുണ്ട്. അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ കുറച്ച് സമയം ഇതിനെ നോക്കി തന്നെ കുറേ സമയം നിന്നു, കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അപ്പം എങ്ങനെ റെസ്ക്യൂ ചെയ്യണം എന്നുള്ളത് ആദ്യം എൻ്റെ മനസ്സിലൊരു അതെ അതെ, ഏത് രീതിയിൽ എങ്ങനെ ചെയ്യണം. അപ്പം ചുറ്റും ആളുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വന്നാ ഞങ്ങളെല്ലാവരും ഓടും എന്നുള്ളത് എല്ലാവരും പറയും. ആദ്യം ആക്രമിക്കുക എങ്ങനെയായിരിക്കും രാജവെമ്പാല ശരിക്കും അങ്ങനെ ആക്രമിച്ച് കണ്ടിട്ടില്ല. അതെ, അതങ്ങനെ ആക്രമിക്കാറില്ല പൊതുവെ. അപ്പം ഞാൻ ഈ പോകുന്ന വഴിക്ക് നമ്മുടെ തന്നെ ഒരു വോളണ്ടിയറെ ഞാൻ വിളിച്ചു. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരു കിങ് കോബ്ര ഉണ്ട്, ഞാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു പ്രതികരണം? ഇല്ല, അപ്പോൾ ഞാൻ മെസ്സേജാണ് ഇട്ടത്, സംസാരിച്ചല്ല, മെസ്സേജ് ഇട്ടു, ഒരു കിങ് കോബ്ര ഉണ്ട്, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പം പോയിട്ട് വാന്നും പറഞ്ഞൊരു തമ്പു ഇട്ടു. അങ്ങനെ പോകണ്ടെന്ന് പറയൂല. ഇനി പോകണ്ടെന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴിലെ എങ്ങനെപ്പോലെ അതെ 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 അതെ, പോകണ്ടെന്ന് പറഞ്ഞ പിന്നെ നമുക്കതൊരു മനസ്സിനൊരു വിഷമാവും. പോകണ്ടെന്ന് പറയുകയും ചെയ്തല്ലോ എന്നൊരിത് വരുമല്ലേ. അങ്ങനെ പോയപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. ഒരു ബാഗ് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ കൂടെ നിൽക്കുന്നവരൊക്കെ പറയുന്നതൊക്കെ ആ വീഡിയോയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളപ്പോൾ ആ വീഡിയോ ചാനലിൽ പോകുമെന്നോ ഇങ്ങനെ എല്ലാവരും കേൾക്കുമെന്നൊന്നും നമ്മളപ്പോൾ വിചാരിക്കുന്നില്ലല്ലോ. എങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നേനെ. അതിലൊക്കെ നമ്മൾ ഈ ലോക്കലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പോൾ ബാഗ് സെറ്റ് ചെയ്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാമ്പുകൾ വെള്ളത്തിൽ കുറച്ചുകൂടെ ഒരു ഇതാണ്. അപ്പോൾ രാജവെമ്പാലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തല വെക്കുന്ന സ്ഥലത്ത് തന്നെ ഇദ്ദേഹം വാലും കൂടി വെക്കും. ഇങ്ങനെ വളഞ്ഞല്ല, ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെ വട്ടത്തിലല്ല, നീളത്തിലാണ് കിടന്നത്. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ കിടക്കുമ്പോൾ അതിന്റെ തല ഇങ്ങോട്ടാണ് തലയിരുന്നത്. അപ്പോൾ ഈ വാലിങ്ങനെ ചുറ്റി വന്നിട്ട് ആ വാലും തലയുടെ ഭാഗത്താണ്. അപ്പോൾ വാല് കയറി പിടിക്കാൻ പറ്റില്ല നമുക്ക്. അതെ, അത് രാജവെമ്പാല അങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഞാൻ പിന്നീട് അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. രാജവെമ്പാല എപ്പോഴും ഈ തലയും വാലും ഒരു ഭാഗത്താക്കിയിട്ടാണ് കിടക്കുന്നത്. എന്നെ പിടിക്കരുത് എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ കിടക്കുവാണ്. അങ്ങനെ ഞാൻ ബാഗ് വെച്ചിട്ട് അവിടെ വെച്ച് തന്നെ അതിനെ ആ ബാഗിൽ കയറ്റണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ആള് കയറുന്നില്ല. അപ്പം അടുത്ത് ചെന്ന് ബാഗ് ഞാൻ വെച്ചപ്പോൾ പത്തിയെടുത്തു. രാജവെമ്പാലയ്ക്ക് വാലിൽ കുത്തി നിന്ന് നമ്മുടെ ഏകദേശം 6 അടി ഹൈറ്റിൽ എണീറ്റ് നിൽക്കാനുള്ള കഴിവുണ്ട്. പത്തിയെടുത്ത് അത്രയും ഹൈറ്റിൽ അത് എണീറ്റ് നിൽക്കും. അപ്പം ഞാൻ 6 അടി എന്ന് പറയുമ്പോൾ എന്നെക്കാൾ ഹൈറ്റിൽ അതിന് എണീറ്റ് നിൽക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിനൊരു 18 വരാൻ സാധ്യതയില്ല. കാരണം ഞാൻ 2 പ്രാവശ്യം കിടന്നിട്ട് എനിക്കൊരു 5-5.5 അടി ആണെങ്കിൽ പോലും 10-12 അടി കഴിഞ്ഞാൽ പോലും പിന്നെയുണ്ട് ഒരു 14-16 അടിയൊക്കെ സുഖമായിട്ട് വരും. അതെ അതെ അതെ, കാരണം പക്ഷെ അത്ര ഹൈറ്റിൽ നിന്നില്ല. സാധാ എൻ്റെ ഒരു മുട്ടുവരെയുള്ള ഒരു ഹൈറ്റ് മാത്രമേ പൊങ്ങിയിട്ടുള്ളൂ. അതെ അതെ, വലിയ ഒരു അഗ്രസീവ് അല്ല, അത് ഒരു ശാന്ത സ്വഭാവമായിരുന്നു. 1-2 തവണ എഴിഞ്ഞു പോകാൻ നോക്കി. അപ്പോൾ അതുവരെ ഞാൻ വാലിൽ പിടിച്ചില്ല. കാരണം വാലിൽ പിടിക്കുമ്പോഴാണ് ഇത് ഫാസ്റ്റായിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാലിൽ പിടിച്ചാൽ അത് അങ്ങനെ വരുമോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1-2 തവണ നോക്കിയപ്പോൾ ഇത് പോകുന്നുണ്ട്. അപ്പം പിന്നെ വാലിൽ പിടിക്കാതെ വേറെ മാർഗ്ഗമില്ല. അങ്ങനെയാണ് വാലിൽ പിടിച്ചത്. പക്ഷെ വാലിൽ പിടിച്ച് വരുന്നുണ്ടെങ്കിലും എനിക്ക് ഹുക്ക് വെച്ചിട്ട് തന്നെ കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. എനിക്കറിയാം എന്നെക്കൊണ്ട് പറ്റും അതിനെ റെസ്ക്യൂ ചെയ്യാനെന്ന്. എൻ്റെ മനസ്സിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് എൻ്റെ മുഖത്ത് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബൈ ഹാർട്ട് എനിക്കൊരു പേടിയോ എനിക്കൊരു ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഒരു 6 മിനിറ്റ് 10 സെക്കൻഡോ കണ്ടേ എടുത്തിട്ടുള്ളായിരുന്നു. വളരെ ഈസി ആയിട്ട് ബാഗിൽ. പക്ഷെ അതിലൊരു ആദ്യം ഒരു ഇത് വന്നത് ഈ കോട്ടൺ ബാഗാണ്. അപ്പോൾ ഇത് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ബാഗ് വെള്ളത്തിൽ വെക്കേണ്ടി വന്നു. അപ്പോൾ വെള്ളത്തിൽ വെച്ച ബാഗ് നനഞ്ഞപ്പോൾ ഈ ഹുക്ക്, പിന്നെ മറ്റേ വേറൊരു ഹുക്കുണ്ട്, ഈ ട്രയാങ്കിൾ ബാഗ് വെക്കുന്ന ഹുക്ക്, പിന്നെ അല്ലാതെ ഈ കൊളുത്തു പോലത്തെ ഹുക്ക്. അപ്പോൾ ഇത് എല്ലാം കൂടി എനിക്ക് ഭയങ്കര വെയിറ്റ്. പിന്നെ പാമ്പിനെയും പിടിക്കണം. അപ്പോൾ ഈ ബാഗ് നനഞ്ഞപ്പോൾ ഉണ്ടായ വെയിറ്റാണ്. വെള്ളത്തിൽ വീണ് നനഞ്ഞപ്പോൾ ആ ബാഗ് കോട്ടൺ ബാഗല്ലേ, വെള്ളം പോകുന്നില്ല, വെള്ളം അതിനകത്ത് കിടക്കുന്നു, ഇത് പൊങ്ങുന്നില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ ആളോട് പറഞ്ഞു, അടുത്ത് നമ്മുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, പറഞ്ഞു
ഉണങ്ങിയ ബാഗ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ്. അതിനു മുമ്പ് വരുന്നത് കുറച്ചുകൂടെ വലിയ ബാഗായിരുന്നു. അത് നനഞ്ഞപ്പോഴാണ് പിന്നെ കുറച്ച് വേറൊരു ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഇതിനെ കരയിലോട്ട് വലിച്ചിട്ടിട്ട് വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് മാറ്റിയിട്ടാണ് പിന്നെ ഉണങ്ങിയ ബാഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ മുന്നേ ചെയ്യാൻ പറ്റുമായിരുന്നു. വലിയ ഈസി ആയിട്ട് തന്നെയാണ് ശരിക്കും അത് ചെയ്തത്. അതിൽ കമൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കമൻസ് ഞാൻ കണ്ടത് സേഫ്റ്റി മെഷർ എന്ന് പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ശരിക്കും നമ്മുടെ സുരക്ഷ ആവശ്യമാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. നമ്മുടെ സുരക്ഷ നോക്കണം. നമ്മുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് വനംവകുപ്പ് തന്നിട്ടുള്ളത് ശരിക്കും എന്താണ്, ഈ ഹുക്കാണ്, പിന്നെ അതിനെടുക്കുന്നതിനുള്ള ബാഗാണ്. പിന്നെ നമ്മൾ ഷൂ ഇടണം, കാരണം ബൈറ്റ് കൂടുതൽ കാലിലാണ് ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് ഷൂ ഇടണം എന്ന് പറയാറ്. അതെ, ഇടണം. അത് നമ്മൾ ഇടുന്നുണ്ട്. അതുപോലെ ഉടക്കോ അല്ലെങ്കിൽ കുടുക്കോ ഒക്കെ ഇട്ടിട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ടോ ഈ പാമ്പിനെ? നമ്മളങ്ങനെ ചെയ്യാറില്ല ശരിക്കും പറയാം. ടോങ്കിളൊക്കെ പണ്ട് ഉപയോഗിക്കുമായിരുന്നു കഴുത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ പാമ്പിന് ഒരു രീതിയിലും ഒരു അതെ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം ഇതിനെ നമ്മൾ ഒരുപാട് വലിച്ചാൽ തന്നെ ഇതിൻ്റെ ഈ നട്ടലുകൾ പൊട്ടിയിട്ട് പിന്നെ അതിന് എഴയാൻ പറ്റാതെ വരും. പക്ഷെ പെരുമ്പാമ്പൊക്കെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിനത്രയ്ക്കും ബലമുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടി പോകുമൊന്നുമില്ല. കാരണം ഒരു വലി നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഒരു ആനയുടെ ബലത്തിൽ ഒരു 2 വലി അത് അങ്ങോട്ട് വലിക്കും. നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആളുകൾ അഭിപ്രായം പറയുന്നു, അയ്യോ അതിനെ വലിച്ചു പിടിച്ചെടുത്തു, അതിനങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയും. ഈ പറയുന്നവർക്ക് പറയാം, എന്നെയൊക്കെ കൊണ്ട് പെരുമ്പാമ്പ് സുഖമായിട്ട് പോകും. നല്ലൊരു പെരുമ്പാമ്പാണെങ്കിൽ സുഖമായിട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. അതിന് അത്ര ബലമാണ്. ഈ പെരുമ്പാമ്പിൻ്റെ ബലം നമുക്കൊരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ 119 എണ്ണത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കറിയാം 119 പെരുമ്പാമ്പിനെ ഞാൻ ഇതുവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. കാരണം അത് കറക്റ്റ് എണ്ണം പറയാൻ കാര്യം, ഞാൻ സെഞ്ചുറി അടിച്ചപ്പോഴൊക്കെ വാർത്ത വന്നിരുന്നു 100 എണ്ണമായിട്ട്. അതിനുശേഷം ഒരു 19 എണ്ണവും കൂടി എടുത്തായിരുന്നു. ഇതിലും മിക്കവാറും ഉള്ളതൊക്കെ എന്തുവാണില്ല പോയിട്ട് തിരിച്ചു വരുന്നതൊക്കെ തന്നെയാണ്. അങ്ങനെയും വരാറുണ്ട്. നമുക്ക് ഈ മഴ സീസണൊക്കെ വരുമ്പോൾ വെള്ളത്തിൽ കൂടെയൊക്കെ വരും. പിന്നെ നമുക്കിതിന് വേറെ ഐഡന്റിഫിക്കേഷൻ മാർക്കൊന്നും ഇട്ട് വിടാൻ പറ്റില്ല, അല്ലെ കമ്പലിട്ട് വിടാനൊന്നും പറ്റൂലല്ലോ. ഇത് പോയതാണോ നമ്മൾ പിടിച്ചതാണോ ഒന്നും അങ്ങനെ നമുക്ക് അറിയാൻ പറ്റൂല. അപ്പോൾ അത് അത്രയും ബലമുള്ള പാമ്പാണ് പെരുമ്പാമ്പ് എന്ന് പറയുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ ട്വിറ്ററിൽ എക്സില് അദ്ദേഹം ലോകം മുഴുവൻ അറിയുന്ന മട്ടിലാണ് അത് ഇട്ടത്. ഇങ്ങനെ ഒരു ധീര വനിത രാജവെമ്പാലയെ പിടിച്ചിരിക്കുന്നു. ഞാൻ എവിടെ ഇരിക്കുന്നു, അദ്ദേഹമൊക്കെ എവിടെ ഇരിക്കുന്നു. അപ്പോൾ അത് എൻ്റെ പേര് മെൻഷൻ ചെയ്താണ് സാർ ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തുവാണ്, എനിക്കിനി വേറെ കമൻസ് വേണ്ട, അത്രമാത്രം സന്തോഷമുണ്ട്. പിന്നെ MP ശശി തരൂർ സാർ ഇട്ടിട്ടുണ്ടായിരുന്നു, ശ്രീമതി ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒത്തിരി പേര് അങ്ങനെയുള്ള കുറേ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന എന്തുവാണ് ഒരു ഓസ്കാർ അവാർഡിനേക്കാളും വലിയൊരു അവാർഡായിട്ട് ഞാൻ അത് ശരിക്കും എനിക്ക് അവാർഡ് കിട്ടുന്നതിനേക്കാളും ഭയങ്കര സന്തോഷമാണ്. എന്നെ ഒരാൾ വിളിച്ചിട്ട് അത് നന്നായിരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാട്സപ്പിലായാലും ഒരു മെസ്സേജ് നന്നായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് എന്തുവാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം. സ്ത്രീ എന്ന നിലയിലല്ല, പല പുരുഷന്മാരെക്കാളും കേമമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ലോകയാത്രയൊക്കെ നടത്തി ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ സഞ്ചരിച്ച ആളെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് ആരുടെയെങ്കിലുമൊക്കെ മുമ്പിലിരിക്കുമ്പം ഞാൻ വളരെ ചെറുതായി പോകുന്നുണ്ടോ എന്ന് തോന്നുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്താണ്. കാരണം ഞാൻ ഭയപ്പെടുന്ന ഒരു ജീവിയെ വളരെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യുകയും അതിനെ പ്രണയിക്കുകയും നാളെ ഒരു രാജവെമ്പാല കൂടെ എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എനിക്കൊരു പിടിക്കാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ മുമ്പിലിരുന്ന് കാണുമ്പോൾ ചെറുതല്ലാത്ത ആദരവ് എനിക്ക് തോന്നുന്നുണ്ട്. ആയിരക്കണക്കിന് ഇത്തരം രാജവെമ്പാലകളെയും പാമ്പുകളെയും രക്ഷിക്കാൻ ഇടപെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നില്ല. കാരണം അവരവരുടെ ആവാസവ്യവസ്ഥയെ ജീവിക്കട്ടെ, മനുഷ്യൻ മനുഷ്യരുടെ ആവാസവ്യവസ്ഥയിലും ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരു ലോകം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ സാറിൻ്റെ മുന്നിലൊക്കെ വന്നിരിക്കാൻ പറ്റുമെന്നൊന്നും നമ്മളൊരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും സ്നേഹം തരുന്നവർക്കും എന്തുവാണ് എന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം തരുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.